നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പിഴവുകൾ അതിൽ പിടിച്ച് ഇബ്ലീസ് കയറും അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ തഹജ്ജുദ് നിർത്തിയെങ്കിൽ സഹോദരങ്ങളെ അത് തിന്മയുടെ തുടക്കമാണ്. ഇബ്ലീസ് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് മുടക്കം വരുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ തിന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇതേവരെ ജീവിച്ചതിനല്ല നമ്മുടെ മാർഗം തെറ്റി എന്ന്, നമ്മൾ നേരത്തെ ജീവിച്ച പോലെയല്ല. നന്മകളോടുള്ള നമ്മുടെ സമീപനത്തിൽ ചെറുതായി മാറ്റം വരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണം. കാരണം പിശാച് അങ്ങനെയാണ് ഒരു മുഹഹിദായ മനുഷ്യനെ സ്വാധീനിക്കുക. നമസ്കാരം അവഗണിക്കുന്നതിലൂടെ അല്ലേ, ഒരു സൽക്കർമ്മങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ. തൗബ ഡിലേ ആക്കാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്തോ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടോ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നിലപാട് നന്നാക്കി നന്മകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങേണ്ടതുണ്ട്. അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. തെറ്റാണ് എന്ന് സംശയമുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ, അതിൽ നമ്മൾ കൃത്യമായിട്ട് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കി തെറ്റാണെങ്കിൽ തൗബ ചെയ്ത് തിരിച്ച് അല്ലാഹുവിലേക്ക് നടക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ദുനിയാവിനോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? അല്ലേ, നമ്മൾ ദുനിയാവിൻ്റെ പിറകെയാണോ? നമ്മൾ ദീനിനെ അവഗണിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ദേഹേച്ഛകൾക്ക് അടിമപ്പെടുന്നുണ്ടോ സഹോദരങ്ങളെ? ദീനിൻ്റെ വിഷയത്തിൽ സഹോദരങ്ങളെ മടി വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പിശാച് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിൻപറ്റരുത്. ഇന്നഹു അദുവ്വുൻ ലക്കും, അവനാണ് നിങ്ങൾക്ക് ശത്രു. സഹോദരങ്ങളെ, നമ്മുടെ ശത്രു അമേരിക്കയല്ല. നമ്മുടെ ശത്രു മോഡിയല്ല. നമ്മുടെ ശത്രു ഇവിടുത്തെ RSSകാരനല്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞത് പിശാചാണ്, ഇബ്ലീസാണ് പ്രത്യക്ഷമായ നിങ്ങളുടെ ശത്രു എന്നാണ്. ഇബ്ലീസിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇബ്ലീസിന്റെ എല്ലാ തന്ത്രങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം.